എത്തിയത്. അതിന്റെ കാരണം ചോദിച്ചു വന്നപ്പോ പുള്ളിക്കാരി പറഞ്ഞതിങ്ങനെയാ, എന്റെ അച്ചായൻ 8ാം ക്ലാസ്സിലെ പഠിച്ചുള്ളൂ, ഞാൻ പ്രീ-ഡിഗ്രി വരെ പഠിച്ചതാണ്. ശ്രദ്ധിക്കണം, ഈ ലോകത്തിലെ സെക്യുലർ വിദ്യാഭ്യാസം അല്പം കൂടിയതുകൊണ്ട് നീ എന്റെ കുടുംബത്തിലെ ഭർത്താവ്, നീ കുടുംബത്തിലെ ഭാര്യയാണ്. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. എന്താ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം? വേഗത്തിൽ പറയാം, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ചിലർക്ക് ഭാര്യമാർ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 മാസം ഓഫർ, പിന്നെ കഴിഞ്ഞ ക്രോസ്. ഇത്ര മനസ്സിലായിരിക്കില്ല. ശ്രദ്ധിക്കണേ, ഭാര്യമാരോട് ഭർത്താക്കന്മാർ എങ്ങനെ ഇടപെടണം? ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. എന്താ ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? എങ്ങനെയാ ക്രിസ്തു സഭയെ സ്നേഹിച്ചതിനെ കുറിച്ച് തിരുവനന്തപുരത്ത് പറയുന്നത് എങ്ങനെയാണ്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക നമ്മളോടുള്ള ദൈവസ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. എന്നർത്ഥം, നമ്മുടെ കയ്യിൽ പാപമുള്ളപ്പോൾ നമ്മെ സ്നേഹിക്കുവാൻ യേശു കർത്താവ് റെഡിയായി. കർത്താവിന്റെ വചനം ഭർത്താവിനോട് ഉപദേശിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീ ഭാര്യയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, നിന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത് അവൻ നല്ലവളായിരിക്കുമ്പോഴല്ല, അവൻ സൗന്ദര്യമുള്ളവളായിരിക്കുമ്പോഴല്ല, അവൾക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല, അവൾക്ക് ശമ്പളമുള്ളപ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ സകല ബലഹീനതകളും ഉള്ളപ്പോൾ തന്നെ, സൗന്ദര്യമില്ലാത്തപ്പോൾ തന്നെ, പണമില്ലാത്തപ്പോൾ തന്നെ, രോഗമുള്ളപ്പോൾ തന്നെ, ബലഹീനത നിറഞ്ഞ ജീവിതമുള്ളപ്പോൾ തന്നെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനിടയാണെങ്കിൽ നീയാണ് ഉത്തമ ഭർത്താവ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്വന്തം പറഞ്ഞാൽ നല്ലതാണ്. ഇതിന്റെ അർത്ഥം സ്വന്തം പറയുന്നത് സാധാരണ നിലയിൽ സ്വന്തം പറയുന്നത് എന്തിനാണെന്നോ, ഈ പദം നിങ്ങൾ അംഗീകരിച്ചു എന്ന് വ്യക്തമാക്കാനാ. ഭാര്യമാരെ നിന്ന് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്ന പല സ്നേഹമാരെ എനിക്കറിയാം. അതുണ്ടാവുകയില്ല. നമുക്ക് നമുക്ക് ദൈവവചനം ഒരു മാതൃക നൽകുന്നത്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സകല ബലഹീനതകളും ജീവിതത്തിലുള്ളപ്പോൾ ഉള്ളു തുറന്ന് നമ്മളെ സ്നേഹിക്കാൻ ഭർത്താക്കന്മാർ ഇടയായി തീരണമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഉത്തമ കുടുംബ ജീവിതം നയിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കും, നിങ്ങൾക്ക് ഭാഗ്യമൊരുക്കും. ശ്രദ്ധിക്കൂ, കുടുംബജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമാകണമെന്നില്ല. 12 വർഷമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. കുടുംബജീവിതത്തിലെ പലരുടെയും ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, പലരുടെയും വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. എല്ലാ നാളും കുടുംബജീവിതം സന്തോഷകരമാകണമെന്നില്ല. പ്രതിസന്ധികൾ നിറഞ്ഞ, വഴക്കുകൾ നിറഞ്ഞ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിറഞ്ഞ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, അവൻ രാവിലെ വിവാഹം കഴിഞ്ഞ് വൈകുന്നേരം ഒരുമിച്ച് പാർത്ത് പിറ്റേന്ന് ഡൈവോഴ്സിന് വേണ്ടി കോടതിയിലെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ യുഗത്തിൽ നാം ആയിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെയാണ്, അവൻ കോടതി തലേനാൾ വിവാഹം കഴിച്ച മനുഷ്യൻ പിറ്റേന്ന് കോടതിയിൽ ഡൈവോഴ്സ് പെറ്റീഷനുമായി ചെന്നപ്പോൾ ആ ജഡ്ജി ചോദിച്ചു, 1 ദിവസം കൊണ്ട് എന്തുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ കോടതിയിലെത്തി വിവാഹം പിരിയുവാൻ, കുടുംബജീവിതം പിരിയുവാൻ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ കോടതിയിൽ ഇങ്ങനെയാണ് ജഡ്ജിയോട് ബോധിപ്പിച്ചത്, രാത്രിയിൽ കോടതി ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. രാത്രിയിൽ കോടതി ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ വേർതിരിഞ്ഞേനെ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് കുടുംബജീവിതം. പക്ഷേ ക്രിസ്തീയ കുടുംബജീവിതം അവൻ പ്രതിസന്ധികളുടെ മധ്യത്തിൽ 2 ധ്രുവങ്ങളിൽ മാറി
വേർതിരിച്ച് ജീവിക്കാനുള്ളതല്ല. ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർതിരിക്കുവാൻ ഇടയാകരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. പിന്നെ എന്തു ചെയ്യണം? ഒരു കുടുംബജീവിതം നിലനിർത്തുവാൻ അവൻ ഏറ്റവും നല്ല മാർഗം ഇന്ന് പലകാലം ബുദ്ധി ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ കുടുംബജീവിതം നയിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിൽ ഒരു നല്ല ഭവനത്തിൽ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ പലപ്പോഴും വീടുകൾ അലങ്കരിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ അവൻ ബെഡ്റൂം അലങ്കരിക്കുമ്പോൾ എത്ര വില പിടിച്ച അവൻ കട്ടിലതിനെ മേടിച്ചിട്ടാലും, എത്ര വില പിടിച്ച ഉപകരണങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്താലും, ആ കട്ടിലിന്റെ ഏരിയയിൽ 2 രൂപ വിലയുള്ള ഒരു പുൽപ്പായി കരുതുന്നെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ കട്ടിലിന്റെ അടിയിൽ ഒരു പുൽപ്പ കരുതുന്നെങ്കിൽ ഈ തലമുറയിൽ വിജയകരമായ ഒരു കുടുംബജീവിതം പ്രതിസന്ധികളുടെ